പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇത്തരത്തിൽ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോഴത്തെ MLAക്ക് ലഭിച്ചിരിക്കുന്നത്. MLAക്ക് തുടരാമെന്നൊരു വാർത്ത കൂടി വരുന്നൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, നജീബ് കാന്തപുരത്തിന് MLA ആയിട്ട് തുടരാം. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വാദം ഹർജിക്കാരൻ ഉയർത്തിയിരുന്നത് 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് അസാധുവാക്കിയ ഉദ്യോഗസ്ഥരുടെ നടപടി തെറ്റാണ് എന്നുള്ളൊരു വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നുള്ളതായിരുന്നു KPM മുസ്തഫയുടെ ആവശ്യം. പക്ഷേ ഇതിൽ നജീബ് കാന്തപുരം വാദം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല, ചട്ടലംഘനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി മുൻപാകെ MLA ഉന്നയിച്ചിട്ടുള്ള വാദം. ഇതിനിടയിൽ, അതായത് ഈ കേസ് പരിഗണിച്ച സമയത്ത് ചില സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പരിശോധിക്കണമെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകുകയും ബാലറ്റ് പെട്ടികൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്ന്, അല്ലെങ്കിൽ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച ഈ ബാലറ്റ് പെട്ടികൾ എടുക്കാനായിട്ട് വന്ന സമയത്ത് അതിൽ ബാലറ്റ് പെട്ടികളിൽ ഒരെണ്ണം കാണാതായ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് അത് വലിയ രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ബാലറ്റ് പെട്ടികളിൽ ഒരെണ്ണം കാണാതായ സംഭവം അതീവ ഗുരുതരമെന്നായിരുന്നു ഹൈക്കോടതി ജഡ്ജി അന്ന് വിലയിരുത്തിയത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടക്കം വിശദീകരണം കോടതി തേടുകയും ചെയ്തിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചത് ഈ ബാലറ്റ് പെട്ടികൾ സൂക്ഷിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്തു നിന്നും വലിയ രീതിയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, കൃത്രിമത്വം നടന്നിട്ടുണ്ട്. ഈ ബാലറ്റ് പെട്ടികളിൽ ഒരെണ്ണം കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായതായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് വിലയിരുത്തുകയും വിശദീകരണം നൽകുകയും ചെയ്തത്. എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങളുടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം, ഈ 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ നടപടിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. നജീബ് കാന്തപുരം പറഞ്ഞിട്ടുള്ളത് ഈ ഹൈക്കോടതി വിധിയിൽ വലിയ സന്തോഷമുണ്ട്, മാത്രവുമല്ല തങ്ങളുടെ വാദഗതികൾ കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായതെന്നാണ് നജീബ് കാന്തപുരം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് KPM മുസ്തഫ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നജീബ് കാന്തപുരം 2021 ജയിച്ചു കയറിയത്. പക്ഷേ ഈ 348 ഈ സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിൽ അതിൽ ഭൂരിഭാഗവും തനിക്ക് കിട്ടേണ്ട വോട്ടുകളായിരുന്നു എന്നുള്ളൊരു വാദഗതി ഈ KPM മുസ്തഫ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ വിധി പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ എന്ത് കാരണത്താലാണ് ഈ ഹർജി തള്ളിയതെന്ന ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. എന്തായാലും നജീബ് കാന്തപുരത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിധി. ദേവിക.